മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സൂപ്പർ ഹിറ്റ് മോഹൻലാൽ ചിത്രത്തിലൂടെ ലാലേട്ടന്റെയും മീനയുടെയും മകളായി എത്തിയ നടിയാണ് അയിമ സെബാസ്റ്റ്യൻ. മോഹൻലാലിന്റെയും മീനയുടെയും മൂത്ത മകളായ ടീനേജ് വിദ്യാർത്ഥിയായ ജിനി എന്ന കഥാപാത്രത്തെയായിരുന്നു അയിമ സെബാസ്റ്റ്യൻ ആ സിനിമയിൽ അവതരിപ്പിച്ചത്. ഈ സിനിമയ്ക്ക് ശേഷം നിരവധി സിനിമകളാണ് അയിമയെ തേടിയെത്തിയത്. എങ്കിലും മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ, അതുപോലെ തന്നെ നിവിൻ പോളി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടെത്തിയ സിനിമയായ ജേക്കബിന്റെ സ്വർഗരാജ്യം എന്നിങ്ങനെയുള്ള 2 സിനിമകളിലൂടെയാണ് അയിമ മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത്. 2018 അയിമ വിവാഹിതയായത്. മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന ചിത്രത്തിന്റെ നിർമ്മിതാവും മലയാളത്തിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയായ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ ഉടമസ്ഥനുമായ സോഫിയ പോളിന്റെ മകൻ കെവിൻ പോളിനെയാണ് അയിമ വിവാഹം കഴിച്ചത്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിന് ഇപ്പോൾ തങ്ങളുടെ കടിഞ്ഞൂൽ കൺമണിയെ വരവേറ്റിരിക്കുകയാണ് താരകുടുംബം. അയിമയുടെ ഭർത്താവ് കെവിൻ പോൾ ആണ് ഈ സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത്. നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. 9 മാസക്കാലം അവൾ ഒരു നിഗൂഢതയിലായിരുന്നു. ഹൃദയമിടിപ്പ് ചെറിയ ചെറിയ കിക്കുകൾ, മനോഹരമായ ഒരു സ്വപ്നം മാത്രമായിരുന്നു അവൾ എന്ന ഞങ്ങളുടെ സ്വപ്നം. അവളുടെ കണ്ണുകൾ തന്നെ തുറന്ന് ഞങ്ങളെ നോക്കി. മനോഹരമായ ലോകം കണ്ടു. ഇത് ഞങ്ങളുടെ ലോകം എന്നാണ് കെവിൻ കുറിച്ചത്. ഒരു നിമിഷം കൊണ്ട് ലോകം പുതുതായി മാറിയതുപോലെ അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നു. കെവിൻ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് അയിമയും തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ഈ വിശേഷ വാർത്ത അറിഞ്ഞ ആരാധകരൊക്കെ തന്നെയും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തിയത്. മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരായ താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ഇന്ന് കെവിനും ഭാര്യയായ അയിമയും. അയിമ അഭിനയിച്ച സിനിമയുടെ നിർമ്മിതാവിന്റെ മകനാണ് കെവിൻ. എങ്കിലും ഇവരുടേത് പക്ഷേ പ്രണയവിവാഹം ഒന്നുമായിരുന്നില്ല. വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ച വിവാഹമായിരുന്നു. 2017 ഡിസംബർ വിവാഹം നിശ്ചയവും 2018 ജനുവരിയിൽ വിവാഹവും നടക്കുകയായിരുന്നു. 2013 നിർമ്മിച്ച ദൂരം എന്ന സിനിമയിലൂടെയാണ് അയിമ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. മനം കണ്ണന്താനം സംവിധാനം ചെയ്ത ദൂരം എന്ന ചിത്രത്തിന്റെ അയിമയുടെ ഇരട്ട സഹോദരി അയിനയും അഭിനയിച്ചിട്ടുണ്ട്. പടയോട്ടം, നിഴൽ, RDX എന്നിങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത്. അയിമ അഭിനയിച്ച സിനിമകളൊക്കെ തന്നെയും ആരാധകർ ഏറെ ഏറ്റെടുത്ത സിനിമകൾ തന്നെയാണ്. ചുരുക്കം ചില സിനിമകളിലൂടെ മാത്രം അഭിനയിച്ചുകൊണ്ട് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി മാറിയ അയിമയുടെയും ഭർത്താവ് കെവിന്റെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിറയുന്നത്. നിരവധി പേരാണ് താരദമ്പതികളുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. കുഞ്ഞിന്റെ മുഖമൊന്നും ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിലും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു എന്ന് തന്നെയാണ് കെവിൻ കുറിച്ചത്. കെവിന്റെ കുറിപ്പ് കണ്ട് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചത്. അതേസമയം തന്റെ മകളായി കൂടെ അഭിനയിച്ചത് കൊണ്ട് തന്നെ മോഹൻലാലും ആ മകൾക്ക് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.